പെരുന്നാൾ ദിനത്തിൽ കോട്ടയത്തെ LDF UDF സ്ഥാനാർത്ഥികളായ കെ അനിൽകുമാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കണ്ടുമുട്ടി. പരസ്പരം കൈകൊടുത്തും ആശംസകൾ പറഞ്ഞും സന്തോഷം പങ്കിട്ടാണ് ഇരുവരും പിരിഞ്ഞത്. താഴത്തങ്ങാട് ജുമാ മസ്ജിദിലെ പൊതുസമ്മേളനത്തിലും ഇരുവരും പങ്കെടുത്തു. കോട്ടയം താഴത്തങ്ങാടി പള്ളിയിലാണ് പെരുന്നാൾ ദിനത്തിൽ. അവിടെ കോട്ടയത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, LDFന്റെ സ്ഥാനാർത്ഥി കെ അനിൽകുമാർ. എങ്ങനെയുണ്ട് ഈ പെരുന്നാൾ ദിനത്തിലെ പ്രചാരണം? എല്ലാവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാണ്? ഞാനിവിടെ വരുന്ന പ്രചാരണത്തിന്റെ ഭാഗമല്ല, ഇത് നമ്മളുടെ എല്ലാവരും കൂട്ടായ്മയാണ്. അതിൽ താഴത്തങ്ങാടി പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. അത് കേരള സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ പഴയ പള്ളിയാണ്. ആ പള്ളിയുടെ സംസ്കാരവും ആ പള്ളിയുടെ എല്ലാ രൂപത്തിലുള്ള തിങ്കിങ്ങും ഈ സമൂഹത്തിൽ തന്നെ നല്ല ഐക്യത്തിന്റെ പ്രസരിപ്പുണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാകും. ശ്രീ അനിൽകുമാറും ഉണ്ടാകും, ഞാനും ഉണ്ടാകും, മറ്റ് സ്ഥാനാർത്ഥികളും ഉണ്ട്, എല്ലാവരും ഉണ്ടാകും. കാരണം ഈ കാര്യത്തിനകത്തൊക്കെ വളരെ കൃത്യമായി മതനിരപേക്ഷതയുടെ ഒരു ചിഹ്നമായി കാണുന്ന താഴത്തങ്ങാടി പള്ളി ഞങ്ങൾക്കൊരു മാതൃകയായിട്ടാണ് നിൽക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ്? കേരള സ്റ്റോറി വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത ഏറ്റവും പ്രധാനപ്പെട്ട വൈവിധ്യസമ്പന്നമായ മനസ്സുകളുടെ ഒരു ഐക്യമാണ്. ഈ പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇവിടെ ജനജീവിതത്തിന്റെ പഴയകാലം മുതൽ, രാജവാഴ്ചയുടെ കാലം മുതൽ സ്വീകരിക്കപ്പെടുകയും സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്ത ഒരു ജനവിഭാഗമാണ് ഈ പള്ളി ഇവിടെ സംരക്ഷിച്ചത്. അതിന്റെ തുടർച്ച ഈ നാട്ടിലുണ്ട്. അവരോടൊപ്പം ആയിത്തീരാനും കൂടിച്ചേരാനും ഈ ഈദ് ദിനാശംസകൾ പകർന്നവരോടൊപ്പം നിൽക്കാനും കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. നന്ദി. പരമാവധി ആളുകളെ നേരിൽ കാണുന്നതിനോടൊപ്പം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികളിലും പങ്കുവെക്കലുകളിലും ഒക്കെയും പങ്കെടുക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.